മാധ്യമപ്രവർത്തകരും പോലീസും തമ്മിൽ അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. മാധ്യമപ്രവർത്തകർ അവിടെ തള്ളിക്കയറുന്ന രീതിയിലൊരു സംഭവം അവിടെ ഉണ്ടായി. അപ്പോൾ ഇതിനിടയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോണിന് ചാർജ് കുറയുന്നു. പോലീസ് ഫോൺ ചാർജർ കൊണ്ട് കൊടുക്കുന്നു. ചാർജ് ചെയ്ത് ചെവി വെച്ച് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇരിക്കുകയാണ് അദ്ദേഹം. അങ്ങനെയാണ് രംഗം. അപ്പോൾ പെട്ടെന്ന് മാധ്യമപ്രവർത്തകർ പോലീസുമായിട്ട് അവിടെ ഒരു പ്രശ്നമുണ്ടായി. ഇത് അദ്ദേഹത്തിന് ഭയങ്കര പ്രകോപനമായി. എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞ ഡയലോഗാണ്, എന്നെ തിന്നടാ, നിന്നെയൊക്കെ ഞാൻ എൻ്റെ ശവം തീറ്റിക്കും. ഇതിന് പിന്നാലെ 2 വെടി പൊട്ടി. ഒന്ന് സ്റ്റേഷൻ്റെ ഓട് പൊട്ടി തറയിൽ വീണു. രണ്ടാമത്തെ വെടി എങ്ങോട്ടാണ് പോയെന്ന് അറിയില്ല. 2 തവണ അതിൽ ഫയർ ചെയ്യപ്പെട്ടു. അതിലൊരു തവണ ഹിമോൽ ഭദ്രാനന്ദയ്ക്ക് പരിക്കേറ്റു. ഈ ഓട് വീണ് അവിടുത്തെ ഒരു പോലീസുകാരനും ഒരു മാധ്യമപ്രവർത്തകനെയും ചെറിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഇതാണ് അന്നുണ്ടായ കേസ്. അതിനെ തുടർന്ന് ഇദ്ദേഹത്തെ ഈ ആത്മഹത്യാശ്രമം, ഭീഷണി തുടങ്ങിയ സ്റ്റേഷനിൽ അതിക്രമം തുടങ്ങിയ വകുപ്പുകളെല്ലാം കൂടി ചുമത്തിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചു. അത് ഏതാണ്ട് 1 പതിറ്റാണ്ടോളം ആ കേസ് നീണ്ടുപോയി. ഒടുവിൽ 2017 പറവൂർ കോടതി ഇദ്ദേഹത്തെ വെറുതെ വിട്ടു ആ കേസ്. ആ സംഭവം ഉണ്ടായ ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തോക്ക് സ്വാമി എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടത്.